ഹായ് ഗായ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചെങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ട് യാത്ര ചെയ്ത യാത്രാനുഭവം കൊണ്ടാണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതേ KSRTC ബസ്സിൽ കയറിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഓട്ടയമ്മയിലെ അമ്പലത്തിൽ പോയി. സത്യം പറയാലോ, ശിവരാത്രി നാളിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുള്ളത്. സോ ഒരുപാട് ലേറ്റായെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ഹാപ്പിയും പോസിറ്റിവിറ്റിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നി. ഇപ്പോൾ ഒരു പ്രാവശ്യമല്ല, 100 പ്രാവശ്യം പോയ സ്ഥലമാണെങ്കിൽ പോലും ഒരു ക്ഷേത്രം, ഒരു പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലേ കിട്ടുന്നത്. പക്ഷേ ഈ അമ്പലം കണ്ടപ്പോൾ എനിക്ക് എന്തോ കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്തു. അവിടുത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അവിടുത്തെ ആൾക്കാർ വന്നും പോയിരിക്കുന്ന ആയിക്കോട്ടെ ഒക്കെ. പിന്നെ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ഒരു ഗോപുരത്തിനകത്ത് നമുക്ക് ഒരു എൻട്രി ഉണ്ടല്ലോ, ആ എൻട്രിയിൽ നമ്മൾ കയറിയില്ല. എന്ന് വെച്ചാൽ നൈറ്റായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ശിവരാത്രി നാളുകൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയാൽ നമുക്ക് ഫുൾ കാണാനോ നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാനോ ഒന്നും കഴിയത്തില്ല. അപ്പോൾ വിചാരിച്ചു വേണ്ട, ഒരു ദിവസം രാവിലെ ഫാമിലി ഫുള്ളുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിനകത്ത് കയറി കേട്ടോ. അമ്പലത്തിനകത്ത് കയറി ഭഗവാനെ കണ്ടു, തൊഴുതു. ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം കിട്ടി. കാരണം എനിക്ക് അവിടെ നിന്നപ്പോഴും അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ റീൽസിലൂടെ ഞാൻ ഈ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റീസ് പോലെ ഫ്രണ്ട് പോർഷൻസ് കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ അവിടുത്തെ ആ ഒരു ഫ്രണ്ട് സൈഡിലുള്ള ആ ഒരു രീതി നിങ്ങൾക്കറിയില്ലേ, അവിടെ ആ ഒരു രീതിയിലായിരുന്നു ഇവിടെയും. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്, ബട്ട് എനിക്കത് ഓർമ്മയില്ല. കാരണം എനിക്ക് എൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് പാരൻസ് എന്നെ കൊണ്ടുപോയതാണ്. സോ എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പോൾ എന്നാലും റീൽസിലൂടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു അറിവേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മളിതേ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഒരു ചായ കുടിക്കുകയാണ്. ചായയുടെ കൂടെ ഉള്ളിവടയും കഴിച്ചു. നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് ഇവിടെയൊക്കെ കിട്ടുന്ന പോലെ അല്ലായിരുന്നു അങ്ങോട്ടുള്ള ആ ഒരു ഉള്ളിവട. നമ്മുടെ ഈ മുളക് ബജിയുടെ മാവ് ഉള്ളിവടയിൽ മിക്സ് ചെയ്തിരിക്കും പോലത്തെ ഒരു ടേസ്റ്റായിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു പോസിറ്റിവിറ്റിയോടെ ഞാൻ എൻഡ് ചെയ്യുകയാണ്. നല്ലൊരു പോസിറ്റീവ് വീഡിയോ, നല്ലൊരു പോസിറ്റീവ് ദിനം എല്ലാവർക്കും. ബൈ.